എല്ലാ കൂട്ടുകാർക്കും P1 ഇംഗ്ലീഷിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൈ ക്വസ്റ്റ് ഫോർ ലവ്, സ്നേഹത്തിന് വേണ്ടിയുള്ള എൻ്റെ ദാഹം എന്ന R.K. നാരായണൻ്റെ ഒരു കഥയാണ് നമ്മൾ പഠിക്കുന്നത്. ഡ്യൂറിങ് R.K. നാരായണൻസ് ചൈൽഡ്ഹുഡ്, R.K. നാരായണൻ്റെ കുട്ടിക്കാലത്ത് പീപ്പിൾ സെഗ്രിഗേറ്റഡ് ബോയ്സ് ആൻഡ് ഗേൾസ്, ആളുകൾ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വിവേചനത്തോടെയായിരുന്നു കണ്ടിരുന്നത്. സൊസൈറ്റി പ്രിവെൻറ്റഡ് ദം, സമൂഹം അവരെ തടഞ്ഞു. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും സമൂഹം തടഞ്ഞു. ഫ്രം മീറ്റിംഗ് ഓപ്പൺ സ്പേസ്, ഒരു തുറന്ന സ്ഥലത്ത് കണ്ടുമുട്ടുന്നത് പോലും ആ കാലഘട്ടത്തിൽ തടഞ്ഞിരുന്ന ലോകമാണ് പണ്ട്. നാരായണൻ റെഡ് എ ഫിക്ഷൻ, ആ ഇടക്കാണ് നാരായണൻ ഒരു കഥ വായിച്ചത്. ഇറ്റ് മോട്ടിവേറ്റഡ് ഹിം, ഇത് ഇയാൾക്ക് പ്രേരണ കൊടുക്കാണ്. ടു ഫാൾ ഇൻ ലവ്, പ്രണയിക്കാൻ. വിത്ത് ഓൾ ആൻഡ് സൺട്രി, ഏതെങ്കിലും നിസ്സാരക്കാരിയായ ഒരു പെണ്ണിനെ പ്രേമിക്കണമെന്ന് നാരായണൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ നാരായണൻ ഫെൽ ലവ് വിത്ത് എ ഗേൾ, നാരായണന് ഒരു പെൺകുട്ടിയോട് പ്രേമം തോന്നുകയാണ്. ഹൂസ് ബ്രദർ ഇൻ ലോ, അവളുടെ ബ്രദർ ഇൻ ലോ ആരായിരുന്നു? ഒരു എൻജിനീയർ ആയിരുന്നു. നാരായണൻ ട്രൈഡ് ടു ഡെവലപ്പ് എ റിലേഷൻ വിത്ത് ദ എൻജിനീയർ, ആ എൻജിനീയറുമായി നാരായണൻ ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു, ശ്രമിച്ചു. എന്തിനാണ് ബ്രദറിൻലോ ആയിട്ട്, പെണ്ണിൻ്റെ ബ്രദറിൻലോ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത്? സോ ദാറ്റ് വേണ്ടി ഹി ക്യാൻ പ്രൊപ്പോസ് ഹെർ ഫ്രീലി, ആ പെൺകുട്ടിയെ ഓപ്പണായിട്ട് തന്നെ പ്രൊപ്പോസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന ഒരു ഉദ്ദേശത്തിൽ ഇയാളുടെ ബ്രദറിൻലോ ആയിട്ടൊരു ചങ്ങാത്തം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇനി ഇയാൾ ഈ പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടിക്ക് ഇങ്ങോട്ട് സ്നേഹമൊന്നുമില്ല. ദോ ഹിസ് ലവ് വാസ് വൺ സൈഡഡ്, അദ്ദേഹത്തിൻ്റെ പ്രേമം വൺ സൈഡ് ലവ് ആയിരുന്നെങ്കിലും ഇറ്റ് ഗേവ് ഹിം, അത് അയാൾക്ക് കൊടുത്തു എൻറിച്ച്മെൻറ്റ് ആൻഡ് പർപ്പസ്. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യബോധമൊക്കെ ഈ പ്രേമിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾക്ക് തോന്നി. മോറോവർ, കൂടാതെ ഹിസ് പെൻ ഫ്രണ്ട്, അയാളുടെ പെൻ ഫ്രണ്ട് ഉണ്ട്, സ്റ്റാർട്ടഡ്, അവൾ തുടങ്ങി ഇംപേഴ്സണൽ ലെറ്റേഴ്സ്, ഇംപേഴ്സണലായ കത്തുകളൊക്കെ എഴുതാൻ തുടങ്ങി. എബൌട്ട് ഹെർ ഹോബി, സ്റ്റാമ്പ് കളക്ഷൻ, അവളുടെ ഹോബിയായ സ്റ്റാമ്പ് കളക്ഷനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ലെറ്റർ എഴുതാൻ തുടങ്ങി. വൺ ഡേ, ഒരു ദിവസം, ഹി മെയ്ഡ് എ ബ്ലണ്ട് ആൻഡ് ബോൾഡ് അനൗൺസ്മെൻറ്റ്. ഒരു ദിവസം നാരായണൻ, R.K. നാരായണൻ തുറന്നടിച്ചു, ബ്ലണ്ടായിട്ടാണ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹിസ് ലവ് വിത്ത് ഹെഡ് മാസ്റ്റേഴ്സ് ഡോട്ടർ. ഒരു ദിവസം ഇയാൾ പറഞ്ഞു, എനിക്ക് ഹെഡ് മാസ്റ്ററുടെ മകളോടാണ് ഇപ്പോൾ പ്രേമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഹെഡ് മാസ്റ്റർ ഷോക്കായി. ഹെഡ് മാസ്റ്റർ വാസ് ഷോക്ക്ഡ്, ഹെഡ് മാസ്റ്റർ ഞെട്ടിപ്പോയി. ബട്ട് ഹെഡ് മാസ്റ്റർ വാസ് എ സെൻസിബിൾ പേഴ്സൺ, ഹെഡ് മാസ്റ്റർ ഒരു സെൻസിബിളായ ഒരു വ്യക്തിയായിരുന്നു. ഹി ട്രൈഡ് ടു അണ്ടർസ്റ്റാൻഡ് നാരായണൻ, അദ്ദേഹം നാരായണനെ മനസ്സിലാക്കി കൊടുത്തു. സീരിയസ്നെസ് ഓഫ് മാരേജ്, കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പരസ്പരം പ്രണയിക്കുന്നു എന്നതുകൊണ്ട് വിവാഹം കഴിക്കണമെന്നില്ല. ദോസ് ഹു ലവ് ഈച്ച് അതർ മൈറ്റ് നോട്ട് മാരി, പരസ്പരം പ്രണയിക്കുന്ന ആളുകൾക്കൊന്നും വിവാഹം കഴിക്കാൻ കഴിയണമെന്നില്ല. ദോസ് ഹു ഡു നോട്ട് നോ ഈച്ച് അതർ, പരസ്പരം അറിയാത്ത ആളുകൾ മൈറ്റ് മാരി, വിവാഹം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. നോ ബഡി ക്യാൻ പ്രഡിക്റ്റ് അബൌട്ട് ഫ്യൂച്ചർ വൈഫ്, ആർക്കും ഫ്യൂച്ചർ വൈഫിനെ കുറിച്ച് പ്രവചിക്കാൻ കഴിയുകയില്ല. നോ ബഡി ക്യാൻ പ്രഡിക്റ്റ് ഫ്യൂച്ചർ വൈഫ്. ചില ആസ്ട്രോളജേഴ്സ് പ്രഡിക്റ്റ് ചെയ്തു, ചില ജ്യോത്സ്യന്മാർ പ്രവചിച്ചു. ദ ഹൊറോസ്കോപ്പ് ഓഫ് ടു ഈസ് ഇൻകമ്പാറ്റിബിൾ, രണ്ടാളുടെയും ജാതകം യോജിക്കൂല എന്ന് പ്രവചിച്ചു. നാരായണൻ ബിക്കെയിം സാഡ്, നാരായണൻ ആകെ ടെൻഷനായി. ഹീ സാറ്റ് ഇൻ ദി കോർണർ ഓഫ് ദ ഹൗസ്, അവൻ വീടിൻ്റെ ഒരു മൂലയിൽ ചെന്നിരുന്നു. ഹീ ലോസ്റ്റ് ഹിസ് ടേസ്റ്റ് ഫോർ ഫുഡ്, ഭക്ഷണത്തോടുള്ള രുചിയടക്കം ഇയാൾക്ക് നഷ്ടപ്പെട്ടു. അറ്റ് ലാസ്റ്റ്, അവസാനം ഹെഡ് മാസ്റ്റർ സെൻഡ് ഹിം, ഹെഡ് മാസ്റ്റർ ഇവനെ പറഞ്ഞയച്ചു. ടു എ സീനിയർ ആസ്ട്രോളജിസ്റ്റ്, ഒരു മുതിർന്ന ജ്യോത്സ്യൻ്റെ അടുത്ത് പറഞ്ഞയച്ചു. ഹി ടോൾഡ് ദാറ്റ്, അദ്ദേഹം പറഞ്ഞു, ദർ വാസ് നോ ഹാം, ഒരു പ്രശ്നമല്ല. ഇൻ ഹൊറോസ്കോപ്പ്, ഈ ജാതകത്തിലൊന്നൊരു കുഴപ്പമില്ല. ഫൈനലി, അവസാനം ദ ഇഷ്യൂ വാസ് സോൾവ്ഡ്, ആ പ്രശ്നം അവിടെ പരിഹരിച്ചു. നാരായണൻസ് മാരേജ്, നാരായണൻ്റെ വിവാഹം സെലിബ്രേറ്റഡ്, അത് ആഘോഷിച്ചു. വിത്ത് ഓൾ പോംബ് ആൻഡ് ഫെസ്റ്റിവിറ്റി ആൻഡ് ലക്ഷറി, ആഡംബരത്തോടെ ആഘോഷത്തോടെ വർണ്ണാഭമായി നാരായണൻ്റെ മാരേജ് അവിടെ ആഘോഷിച്ചു.
അപ് ടു ദി എക്സ്പെക്റ്റേഷൻ ഓഫ് പേരൻസ്, മാതാപിതാക്കളുടെ പ്രതീക്ഷക്ക് ഒത്തു തന്നെ.